ഗായ്സ് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. നാളത്തേക്ക് വഴുതനങ്ങയും ഒരു കുമ്പളങ്ങ കഷ്ണവും തക്കാളിയും തൈരൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. പിന്നെ രണ്ട് മക്കളുണ്ട് വിളിക്കണേ. അമ്മ മധുരമുള്ള എന്തെങ്കിലും കൊണ്ടുപോകാണ്ട് വിളിക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 30 രൂപയ്ക്ക് അത് വാങ്ങിച്ചതാണ്. പിന്നെ ഒരു മസാല ദോശ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ രണ്ടാളും കൂടി ഷെയർ ചെയ്യാൻ കേട്ടോ. ഒരു മസാല ദോശ കട്ട് ചെയ്ത് പിന്നെ വന്നപ്പോൾ ഒരു വത്തയ്ക്കും വെള്ളത്തിന് തയ്ച്ചിട്ട് വയ്യായിരുന്നു. പിന്നെ എന്താ ചോറൊക്കെ ഉണ്ട് കേട്ടോ. രാവിലത്തെ എല്ലാം ഇരിക്കുന്നുണ്ട്. ഹലോ ഗായ്സ്, കിച്ചുമോളായിട്ട് പോണേ. കിച്ചുമോൾ അപ്പുറത്ത് വീട്ടിലേക്ക് വെള്ളം വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ സമയമായാൽ എന്നും വെള്ളം വാങ്ങിക്കാൻ വേണ്ടി പോകും. ഞാനൊരു ഹെയർ ബാൻഡ് വാങ്ങിയിട്ടോ. ഈ ഹെയർ ബാൻഡ് ഇത് കാണാണ്ടിരുന്നില്ല, മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്നും വാങ്ങി. കുളിച്ചിട്ടില്ല ഗൈസ്. വന്ന് കുറേ പച്ചക്കറി വാങ്ങിക്കാൻ പറ്റില്ല, ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് 10 രൂപയ്ക്കായിട്ട് കഴിഞ്ഞ ദിവസം തക്കാളി വാങ്ങിച്ചതാണ്. അപ്പോൾ അത് തക്കാളി കറി ഞാനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഞാൻ നാളത്തേക്ക് മോര് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങയും മോരും. പിന്നെ അവർക്ക് വഴുതനങ്ങ ഇഷ്ടമാണ്. അപ്പോൾ അത് ഉപ്പേരി ഉണ്ടാക്കാതെ വെച്ചിട്ട് അതൊക്കെ വാങ്ങി വന്നു. പിന്നെ കുറച്ച് ഒരു കിച്ചുമോളൊരു പേൻചീർപ്പ് വാങ്ങിയിട്ട് വരണിട്ടമ്മ തല ചൊറിഞ്ഞിട്ട് വയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ തത്ത തലയിൽ നോക്കിയപ്പോൾ നല്ലോണം പേനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പേൻചീർപ്പ് വാങ്ങി. ഒരു പേൻചീർപ്പിൻ്റെ വില എത്രയാണെന്ന് കാണിച്ചു തരട്ടെ ഞാൻ. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഒരു പേൻചീർപ്പിൻ്റെ വിലയാണ് 66 രൂപ. ഇത്രയൊക്കെ വില ഉണ്ടോ? വിലയാട്ടോ അത്. ഞാൻ അന്തം വിട്ടുപോയി. പിന്നെ ഇപ്പം എന്താ, ചോറൊക്കെ രാവിലത്തെ ഇരിക്കുന്നുണ്ട്. കുറച്ച് പാത്രങ്ങളോടെ കഴുകാനുണ്ട്. മക്കൾ വന്നപ്പോൾ അത് വത്തയ്ക്ക കട്ട് ചെയ്ത് കഴിച്ചു. ഇതൊക്കെ ഇപ്പം ഞാൻ വന്നപ്പോൾ അങ്ങനെ കൊണ്ടുവന്നത് ഒരു ദോശ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ അത് വത്തയ്ക്ക ഇവിടെ ഇരിക്കണു. ഇനിയിപ്പോൾ കുളിക്കണം. പിന്നെ ഇവിടേക്ക് ഒന്ന് തുടച്ചിടണം. അലക്കണം പിന്നെ രാവിലെയാണ് കേട്ടോ. ഈ ചുമടെ വെള്ളം ഇവിടുന്ന സുൽത്താത്താൻ്റെ അവിടെ നിന്നല്ലേ. ഇതാ വെള്ളം കൊണ്ടുവന്നു. വെള്ളം എടുക്കാൻ പോകുമ്പോൾ ഒരു മാങ്ങയും കിട്ടിയിട്ടുണ്ടല്ലേ. കഴിഞ്ഞ ദിവസം 2 മാങ്ങ കിട്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള മാങ്ങ കേട്ടോ. കഴിഞ്ഞ ദിവസം കിട്ടിയിട്ട് ഒരു കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതാ വെള്ളത്തിന് പോകുമ്പോൾ ഇച്ചിരി എന്ത് കളക്ട് ചെയ്താൽ ആദ്യം കൊണ്ടുവരും. അടിപൊളി. അപ്പോൾ കഴിഞ്ഞ ദിവസം സുമിതാത്ത വിളിച്ചപ്പോഴും സുലമായ വിളിച്ചപ്പോഴൊക്കെ അതാ പറഞ്ഞത്. കിച്ചുട്ടി അല്ലോ വർത്താനം പറയണല്ലോ. അപ്പോൾ ഓട് പോകുമ്പോൾ ഭയങ്കര സങ്കടമാണല്ലോ. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നിട്ട് കുറേ നേരം നിൽക്കണം. ഭയങ്കര ചൂട്. ഇത് പൂരി വയ്ക്കട്ടെ കേട്ടോ. കാതിൽ എന്താ പറയുക, തോടെ വന്ന ഞാൻ വേഗം കുളിക്കുകയാണ് ചെയ്യുന്നത്. എന്നിപ്പോൾ മടിച്ച് നിൽക്കുക. എന്താ പറയുക, ഭയങ്കര മടി. ഞാനേ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴൊക്കെ ഈ പേൻചീർപ്പൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ തിരഞ്ഞ് പിന്നെ ഞാൻ അതൊക്കെ പച്ചക്കറി ഒന്നും ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾക്ക് അന്നന്ന് കറി വെക്കാതെ വാങ്ങണുള്ളൂ കേട്ടോ. ഞാൻ അതല്ലാതെ കൂടുതൽ വാങ്ങിയിട്ട് വെക്കാൻ പറ്റില്ലല്ലോ, കേടൊന്ന് പോകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ ഒരാൾ മസാല ദോശ ഒറ്റെണ്ണ വാങ്ങിയതില്ല. ഞാൻ ഒറ്റെണ്ണ വാങ്ങി 2 ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. ഇത്രയും ദിവസമായിട്ട് ഞാൻ വരുമ്പോൾ ഒന്നും അങ്ങനെ കഴിക്കാനൊന്നും കൊണ്ടുവരലില്ല കേട്ടോ. കറി വെക്കാനൊക്കെ ഉള്ളത് മാത്രമേ കൊണ്ടുവരലുള്ളൂ. ഇന്നിപ്പോൾ ഞാനിവർ കിച്ചുമോട് വിളിച്ചപ്പോൾ പറഞ്ഞ അമ്മ സ്വീറ്റായിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു. മധുരമുള്ളതൊക്കെ. അപ്പോൾ അവിടേക്ക് ആകുമ്പോൾ അമ്മമ്മ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമല്ലോ അവർക്ക്. നമുക്ക് എന്നും എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വരിക എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, ചിലവ് ചിലപ്പോൾ നിൽക്കാതെ വരും. അപ്പം ഞാൻ എന്തെങ്കിലും കറി വെക്കാനുള്ള അങ്ങനെ മാത്രമേ വാങ്ങലുള്ളൂ. പിന്നെ അവൾ പറഞ്ഞപ്പോൾ ഞാൻ ജിലേബി വാങ്ങി. അപ്പോൾ ഒരു മസാല ദോശയും കൂടെ വാങ്ങിട്ടോ, വത്തയ്ക്കയും വാങ്ങി. അപ്പോൾ ഇത് വൈകുന്നേരം വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. പിന്നെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ രാവിലത്തെ വിശേഷം കൊണ്ടാണ് കാണിക്കുകയാണ്. രാവിലെ ഇന്ന് ഉണ്ടാക്കാൻ പോണത്, ഇവിടെ വന്നിട്ട് ഞാനങ്ങനെ എന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. കാരണം ഇവർ എണീക്കാൻ തന്നെ 11 മണിയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, അമ്മ എന്നും അമ്മ ചായയും കടിയൊന്നും ഉണ്ടാക്കി വെക്കണ്ട, ഞങ്ങൾ എണീക്കുമ്പോൾ 10-11 മണിയൊക്കെ ആവും. പിന്നെ എണീറ്റ് അങ്ങനെ കുറേ നേരം ഇരുന്ന് പല്ലേക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ചായ ഒന്നും വേണമെന്ന് തോന്നില്ല. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ എടുത്ത് തിന്നെന്ന് പറഞ്ഞു. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ വന്നപ്പോഴും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കഴിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും അവിടെ 1-2 ബാക്കിയുണ്ട്. അപ്പോൾ കളയാൻ വെറുതെ ഉണ്ടാക്കണ്ടെന്ന് അവരെന്നെ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നും അങ്ങനെ ചായയും കടി ഉണ്ടാക്കണില്ല. ചില ദിവസങ്ങളിൽ
ഒന്ന് വേണം തോന്നുന്ന സമയത്തൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞാനിന്ന് രാത്രി കുറച്ച് പച്ചരിയും ചെറുപയറൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചരി വെച്ചിട്ട് കലക്കി ഒഴിച്ചിട്ടുള്ള ചീയപ്പല്ലേ അതും ഉണ്ടാക്കാം, ചെറുപയർ കൊണ്ട് അതിലേക്കൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ പച്ചരി ഒക്കെ വെള്ളത്തിലിട്ടപ്പോഴൊന്നും നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഏറ്റവും നല്ലത് അല്ലേ. നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ അടി പിടിക്കാതെ ഒട്ടി പിടിക്കാതെയൊക്കെ കിട്ടും. പക്ഷേ ഈ ഒരു ചീയപ്പം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കലക്കി ഒഴിച്ചിട്ടുള്ള ഈ അപ്പം ഉണ്ടാക്കാൻ അതിൻ്റെ ആ ഒരു ചട്ടി തന്നെ വേണം കേട്ടോ, ഏത് പാത്രം ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ ഞാൻ സത്യത്തിൽ അത് മറന്നിട്ടുണ്ട് കേട്ടോ, അത് ഓർമ്മയില്ലാതെയാണ് ശരിക്കും രാത്രി കിടന്നപ്പോൾ പച്ചരി വെള്ളത്തിലിട്ടത്. ആ ഒരു ചട്ടി മാത്രമില്ല കേട്ടോ, നോൺ സ്റ്റിക്കിന് 2-3 പാനൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഞാൻ വിചാരിച്ച് പിന്നെ രാവിലെ എന്തായാലും അങ്ങനെ മാവ് അരച്ചിട്ട് അതിലൊന്ന് ഉണ്ടാക്കി നോക്കാം, പെട്ടെന്ന് ഇങ്ങനെ കിട്ടുന്നുണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കുക്കറിൽ ഞാൻ ചെറുപയറും തക്കാളിയൊക്കെ ഇട്ടിട്ട് പച്ചമുളകും കയറിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചു. പിന്നെ ഇവിടെ ചോറ് എന്നുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ചപ്പോൾ ഞാൻ അരി ഇട്ടു. ഇനി ഇത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ കേട്ടോ. പിന്നെ നമ്മളെ പച്ചരി അവിടെ അരച്ചും വെച്ചു. പിന്നെ ഒരു പാക്കറ്റ് തൈര് ഞാൻ തലേദിവസം കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ, അന്ന് കുപ്പിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുപ്പിയിൽ നോക്കുമ്പോൾ തൈര് കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാനത് ആ കുപ്പിയിലേക്കും കൂടി ഇട്ട് വെക്കുകയാണ്. പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ വേസ്റ്റ് അവിടെ ഒരു വലിയൊരു കവറിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തുള്ള തൈരൊന്ന് കഴുകി കളയുകയാണ്, എന്നിട്ട് അതിലേക്ക് ഇട്ടിച്ച് അതിന് കുഴപ്പമില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ കേട്ടോ. പിന്നെ ഒരു 4 വഴുതനങ്ങ ഇന്നലെ പോന്നപ്പോൾ ഞാനിങ്ങനെ കണക്കാക്കി എടുത്ത് തന്നെ ഒരു 4 എടുത്തിട്ട് അത് തൂക്കി പിന്നെ അത് കൊണ്ടുവന്നു. അതൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് വഴുതനങ്ങ. അപ്പോൾ നല്ല ഇളയ 4 വഴുതന നോക്കി തിരഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ആദ്യം അരിഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണ്. പിന്നെ എന്താ പറയുക, മോര് കറിയും കൂടി, കുമ്പളങ്ങയും ചെറിയൊരു കഷ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊഴിച്ച് മോര് കറി ഉണ്ടാക്കുക, ഈ ഒരു വഴുതനങ്ങ ഉപ്പേരി. അപ്പോൾ ഇന്നത്തെ ചോറിക്കുള്ള കറി ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. ഞങ്ങൾക്കും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ, അങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെയാണ് പോയാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ. അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പ്രാർത്ഥന കേട്ടോ. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടിയല്ലോ, നമുക്ക് താങ്ങാൻ ഒരാളുണ്ടാകുമ്പോഴാണല്ലോ തളർച്ചയൊക്കെ അനുഭവപ്പെടുക. ഇപ്പോൾ എന്താ പറയുക, അങ്ങനെ വലിയ തളർച്ചയൊന്നും ഇനിയിപ്പോൾ അനുഭവപ്പെട്ടിട്ട് കാര്യമല്ല, തളരാനൊന്നും പറ്റില്ല, ഉത്തരവാദിത്തങ്ങൾ ഏറെ ആയി എന്ന് പറയാം. അപ്പോൾ ഇതാ ഞാൻ വിശേഷങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ അപ്പം ഉണ്ടാക്കാൻ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊന്ന് ഒഴിച്ച് ഞാൻ നോക്കിയതാണ് കേട്ടോ. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു അപ്പമൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഉണ്ടാക്കണത്. പക്ഷെ എന്തോ ഇതിൽ അങ്ങനെ കിട്ടിയില്ല കേട്ടോ. ഞാൻ 2-3 ദോശമാവല്ല, നമ്മളെ കലക്കി ഒഴിച്ച അപ്പത്തിൻ്റെ 2-3 പിന്നെ തവിയൊക്കെ കോരി വെച്ച് വെറുതെ കളയേണ്ടി വന്നു, കാരണം അത് കിട്ടിയില്ല. ആദ്യം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ കിട്ടേണ്ട, രണ്ടാമത്തെ ഒഴിക്കുമ്പോൾ കിട്ടുമല്ലോ വിചാരിച്ചിട്ട് 2ാമത്തെ പ്രാവശ്യം ഒഴിച്ചപ്പോഴും കിട്ടിയില്ല. അങ്ങനെ 3 പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പം കിട്ടിയില്ല. പിന്നെ ഞാൻ അവിടെ പിന്നെ മാവ് അവിടെ വെച്ചിട്ടോ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, അപ്പോഴത്തേക്ക് നമ്മളെ കറിയൊക്കെ വേവിക്കാൻ വെച്ചിരുന്നു, കുമ്പളങ്ങയൊക്കെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഞാൻ അതിനിങ്ങനെ വെറുതെ കലക്കി വെച്ചിട്ട് വെറുതെ സമയം കളയേണ്ടത് വിചാരിച്ചിട്ട് മാവ് അവിടെ മാറ്റി വെച്ചു. എന്നിട്ട് പിന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടോ. അപ്പോൾ വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ആദ്യം കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് സവോളയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടും. എന്നിട്ട് അത് സവോള ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് വഴുതനങ്ങ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇലയൊന്നുമില്ല. കഴിഞ്ഞ ദിവസം അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിച്ചുമോട് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അത് തീർന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഈ പറമ്പിലാണ് കറിവേപ്പൊന്നുമില്ല. പിന്നെ ഞാൻ മോര് കറിക്കുള്ള കുമ്പളങ്ങയൊക്കെ വേവിച്ചാണ്ട് വെച്ചിട്ടുണ്ട്, അതിലേക്കുള്ള തേങ്ങയൊക്കെ അരച്ച് സെറ്റാക്കി. ഇനിയിപ്പോൾ എന്താ കറിയൊന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ വറ്റൽമുളകും ഇല്ല, കറിവേപ്പിൻ്റെ ഇലയല്ല. ശരിക്കും മോര് കറിക്ക് അതൊക്കെ നിർബന്ധമാണല്ലേ, പക്ഷെ അത് കറിവേപ്പിൻ്റെ ഇലയല്ല, ഉണക്കമുളക് കിട്ടും, അതാണ് ഉദ്ദേശം, അതുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ട് അതൊന്ന് വറവിട്ടെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം, അപ്പുറത്തെ വീട്ടിലേക്ക് പോയി നോക്കണം. സുലിത്താത്താൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കണ ആ ചട്ടി ഒന്ന് വാങ്ങിക്കൊണ്ടുവരാൻ വിചാരിച്ചു. എന്നാൽ പിന്നെ അതിലുണ്ടാക്കാമല്ലോ. അപ്പോൾ ഇനി കലക്കി ഒഴിച്ച് അപ്പം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ ചട്ടി ഇല്ലാണ്ട് പറ്റൂല. അപ്പോൾ ഇതാണ് ആ ഒരു ചട്ടി കേട്ടോ, നമ്മളെ താരെന്ന് പറയണേ ഇതാണ്. ഇതിലുണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ ഈ അപ്പം ഒരു എന്താ പറയുക പെർഫെക്റ്റായിട്ട് കിട്ടുക. ബാക്കി ഏത് പാത്രത്തിൽ ഉണ്ടാക്കാനും പറ്റും തോന്നണില്ല. അപ്പോൾ അപ്പച്ചട്ടി അല്ലേ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ദോശ അല്ല കേട്ടോ, ദോശ ഉണ്ടാക്കാൻ നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ മതി. ഈ ഒരു കലക്കി ഒഴിച്ചിട്ടുള്ള അപ്പം അല്ലെങ്കിൽ ചീയപ്പം ഉണ്ടാക്കാൻ ഈ ഒരു ചട്ടി ഉണ്ടെങ്കിൽ തന്നെ ശരിയാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ
അപ്പോൾ അങ്ങനെ നമ്മൾ കലക്കി ഒഴിച്ച് അപ്പം അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനിടയിൽ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. അപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഇതാ ചോറ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കപ്പിൽ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചു. കുറച്ച് ഉണക്കമീൻ വറുത്തതുണ്ട്, വഴുതനങ്ങ ഉപ്പേരി, ചെറുപയർ കറി, മോര് കറി. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് വടതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് തന്നെയായിരിക്കും ഈ വൈകുന്നേരം വരുമ്പോഴും ഉണ്ടാവും കേട്ടോ. ഇനി ഇത്രയും പാത്രങ്ങൾ കഴുകണം. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടായി കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.